ദൈവത്തിന് മഹത്വം. എഫേസ്യ ലേഖന പഠനത്തിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ എഫെസോസിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് കഴിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്ക് കാണുവാൻ സാധിക്കും. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരാൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള ദൈവമക്കളുടെ വിശ്വാസവും സ്നേഹവും കണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി കഴിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നാം ഈ വാക്യങ്ങളിൽ വായിച്ചത്. ഈ വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ ദൈവമക്കൾ ദൈവത്തെ കൂടുതൽ അറിയേണ്ടതിന്, അല്ലെങ്കിൽ എഫെസോസിലുള്ള ദൈവമക്കൾ ദൈവത്തെ കൂടുതൽ വ്യക്തിപരമായി അറിയേണ്ടതിന് പൗലോസ് അവർക്ക് വേണ്ടി കഴിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നാം ഈ വാക്യങ്ങളിൽ വായിച്ചത്. ബൈബിൾ നമ്മളെ പരിചയപ്പെടുത്തുന്ന ദൈവം മനുഷ്യനുമായി ഒരു വ്യക്തിപരമായ ബന്ധം ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. ആ നിത്യനായ സർവശക്തനായ സകലത്തെ നിയന്ത്രിക്കുന്ന ദൈവം നിത്യതയിൽ തന്നെ മനുഷ്യർക്ക് വേണ്ടിയുള്ള രക്ഷാപദ്ധതി ആരംഭിച്ചിരുന്നു. അങ്ങനെ തന്നെ രക്ഷാപദ്ധതിയിൽ ഉൾപ്പെട്ട താൻ തിരഞ്ഞെടുക്കുന്നവരുമായി, അല്ലെങ്കിൽ താൻ തിരഞ്ഞെടുത്തവരുമായി ഒരു വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമ്മളെ വചനം പരിചയപ്പെടുത്തുന്ന ഒരു സത്യമാണ്. നാം ബൈബിളിലെ അനേക വാക്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ മനുഷ്യനുമായി ഒരു വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യനുമായി ഒരു വ്യക്തിപരമായ ബന്ധം പുലർത്തുന്ന ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സങ്കീർത്തനങ്ങൾ 23-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഇവിടെ സങ്കീർത്തനക്കാരൻ കൃപയുള്ള, അല്ലെങ്കിൽ തന്നെ ശത്രുക്കളുടെ മധ്യത്തിൽ നിന്ന് വിടുവിക്കുന്ന, തന്നെ സ്നേഹപൂർവം തന്റെ ആലയത്തിലേക്ക് ചേർക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്ത് തന്നോട് അടുപ്പിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി മാറുകയാണ്. സങ്കീർത്തനക്കാരൻ തന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു സത്യം എന്നുള്ളത്, തന്റെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ദൈവം അവനെ തന്നോട് ചേർത്ത് അണച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു. അവന്റെ ജീവിതത്തിൽ വലിയൊരു വിടുതൽ ലഭിച്ചു. ശത്രുക്കളുടെ മധ്യത്തിലും ദൈവം അവന് വേണ്ടി ഒരു മേശ ഒരുക്കി. ഇവിടെ സങ്കീർത്തനക്കാരൻ നമ്മളെ പരിചയപ്പെടുത്തുന്നത് തന്റെ മക്കളോട് ചേർന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ്. സങ്കീർത്തനക്കാരൻ പറയാണ്, ഞാൻ അവന്റെ ആലയത്തിൽ എന്റെ ആയുഷ്കാലമൊക്കെയും വസിക്കും. ദൈവം ഒരു താൽക്കാലികമായ ബന്ധമല്ല നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നിത്യതയോളം ആ ദൈവവുമായി, അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കൾ എന്ന നിലയിൽ നിലനിൽക്കുവാൻ തക്കോണം ദൈവം നമ്മളെ ഓരോരുത്തരും തിരഞ്ഞെടുത്തിരിക്കുകയാണ്. സങ്കീർത്തനക്കാരൻ പറയാണ്, എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ വസിക്കും. സങ്കീർത്തനങ്ങൾ 139-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു, എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. നീ മുൻപും പിൻപും എന്നെ അടച്ചു, നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, അത് എനിക്ക് ഗ്രഹിച്ചു കൂടാതെ വണ്ണം ഉന്നതമായിരിക്കും.
ഒരു സ്നേഹബന്ധത്തിൽ അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് തമ്മിലുള്ള ഒരു അറിവാണ്, അല്ലെങ്കിൽ ഒരു തിരിച്ചറിവാണ്. നാം സ്നേഹിക്കുന്നവരെ നാം കൂടുതലായി അറിയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിയെ നല്ല രീതിയിൽ അറിയുമ്പോഴാണ് ആ വ്യക്തിയെ നന്നായി നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കുന്നത്. ഇവിടെ ദൈവം താൻ സ്നേഹിക്കുന്നവരെ പൂർണ്ണമായി അറിയുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവമേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുകയാണ്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ നീ അത് ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയും ഞാൻ പോകുന്ന വഴികളൊക്കെയും എന്റെ പദ്ധതികളൊക്കെയും നീ നന്നായി അറിയുന്നു, നീ അറിയാതെ ഒരു വാക്കും എന്റെ നാവിൽ നിന്ന് വരികയില്ല. അപ്പോൾ സങ്കീർത്തനക്കാരനെ പൂർണ്ണമായി അറിയുന്ന ഒരു ദൈവത്തെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാൻ സാധിക്കും, നാം നമ്മെ അറിയുന്നതിനും അപ്പുറമായി ദൈവം നമ്മെ ഓരോരുത്തരെയും അറിയുന്നു. അത് ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതിലും അപ്പുറമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നിയേക്കാം. അതുകൊണ്ടാണ് 6-ാമത്തെ വാക്യം പറയുന്നത്, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, ദൈവമേ നീ എങ്ങനെ എന്നെ മനസ്സിലാക്കുന്നു എന്നുള്ളത് എന്റെ ബുദ്ധിക്കും അപ്പുറമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് എനിക്ക് ഗ്രഹിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നില്ല. വീണ്ടും 7 മുതലുള്ള വാക്യങ്ങൾ പറയുന്നു, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും, തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും, ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്, പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെ ഉണ്ട്, ഞാൻ ഉഷസ്സിൽ ചെറുക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലം കൈ എന്നെ പിടിക്കും. അപ്പോൾ സങ്കീർത്തനക്കാരൻ പറയണേ, എനിക്ക് ദൈവത്തെ ഒളിച്ച് എങ്ങും പോകുവാനായിട്ട് സാധിക്കത്തില്ല. അവൻ എന്നെ പൂർണ്ണമായി അറിഞ്ഞിരിക്കുകയാണ്. അതുപോലെ അവന്റെ സന്നിധി വിട്ട് എനിക്ക് വേറെങ്ങും പോകുവാൻ സാധിക്കത്തില്ല. അവൻ സർവശക്തനായ ദൈവമാണ്, അവൻ നിത്യനായ ദൈവമാണ്, അതോടൊപ്പം തന്നെ അവൻ സർവവ്യാപിയായ ദൈവമാണ്. തന്റെ മക്കൾക്ക് ഒരിക്കലും പിതാവിന്റെ സാന്നിധ്യം വിട്ട് എങ്ങോട്ടും ഒളിച്ചോടി പോകുവാനായിട്ട് സാധിക്കത്തില്ല. മനുഷ്യരെപ്പോഴും അവരുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഒളിച്ചോടി പോകുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നാം ദൈവവുമായി ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ അവന്റെ സന്നിധി വിട്ട് നമുക്ക് ഒരിടത്തേക്കും ഒളിച്ചു പോകുവാൻ സാധിക്കത്തില്ല. അവന്റെ സാന്നിധ്യം എന്നും നമ്മളോട് കൂടെ ഇരിക്കും. നമ്മുടെ ഏത് പ്രശ്നങ്ങളിലും പ്രതിസന്ധിയിലും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ട്. ഇനി നാം ദൈവത്തിന്റെ സാന്നിധ്യം ആഗ്രഹിച്ചില്ലെങ്കിലും അവനെ തള്ളിക്കളഞ്ഞാൽ പോലും ആ ദൈവത്തിന്റെ സാന്നിധ്യം വിട്ട് നമുക്ക് ഓടിപ്പോകുവാനായിട്ട് സാധിക്കത്തില്ല. അത്രത്തോളം വ്യക്തിപരമായ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന്റെ അടുക്കലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 25-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, യഹോവയുടെ സഹിത്വം തന്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും, അവൻ തന്റെ നിയമം അവരെ അറിയിക്കും. അപ്പോൾ ദൈവം മനുഷ്യനുമായി ഒരു സഹിത്വം ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവം മനുഷ്യരുമായി ഒരു സ്നേഹബന്ധത്തിനായി ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ അനേക തെളിവുകൾ നമുക്ക് ബൈബിളിൽ കാണുവാനായിട്ട് സാധിക്കും. മനുഷ്യന്റെ ഉൽപ്പത്തി മുതലേ ദൈവം മനുഷ്യനുമായി ബന്ധം പുലർത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് എന്നുള്ളതിന്റെ തെളിവുകൾ നമുക്ക് വചനത്തിൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ദൈവം നമ്മുടെ ആദിമ മാതാപിതാക്കളായ ആദാമിനെ ഹവ്വായെ സൃഷ്ടിച്ചപ്പോൾ അവരോടൊപ്പം സമയം ചിലവഴിക്കേണ്ടതിന് ആ തോട്ടത്തിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും നാം ഉൽപ്പത്തി പുസ്തകം പരിശോധിക്കുമ്പോൾ തന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ ഭവനത്തെ സന്ദർശിക്കുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ആ അബ്രഹാമിന്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്ന ദൈവം അവനോടൊപ്പം സമയം ചിലവഴിക്കുകയും അവനോടൊപ്പം ഭക്ഷണം കഴിക്കുകയും പോകുമ്പോൾ അവന് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വാഗ്ദത്തം നൽകിയിട്ട് പോവുകയും ചെയ്യുന്നു. നോക്കുക, ദൈവം മനുഷ്യനോട് അടുത്തിരിക്കുമ്പോൾ ആ മനുഷ്യരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയാണ്. ആദാമിനോടും ഹവ്വായോടും ദൈവം അടുത്തിരുന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവില്ലായിരുന്നു. അവരുടെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടു. അവർ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അവർ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. നോക്കുക, അബ്രഹാമിന്റെ അടുക്കലേക്ക് ദൈവം ഇറങ്ങി വന്നപ്പോൾ അവന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയാണ്. അവൻ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വാഗ്ദത്തം അവന്റെ ജീവിതത്തിൽ ലഭിക്കുകയാണ്. വീണ്ടും നമ്മൾ മുൻപോട്ട് വായിക്കുമ്പോൾ സോദോമിലും ഗോമോറയിലും ദൈവം എന്താണ് ചെയ്യുവാൻ പോകുന്നു എന്നുള്ളത് അബ്രഹാമിന് ദൈവം വെളിപ്പെടുത്തി നൽകുകയാണ്. സോദോമും ഗോമോറയും ദൈവത്തോട് പാപം ചെയ്തു. ആ പട്ടണങ്ങളുടെ മേൽ വരുവാൻ പോകുന്ന ന്യായവിധി എന്താണ് എന്നുള്ളത് തന്റെ സഖിയായ അബ്രഹാമിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ദൈവം
നമ്മളോട് അടുത്ത് വരുമ്പോൾ, ദൈവവുമായി നമുക്ക് ഒരു സ്നേഹബന്ധം ദൈവം നമ്മളുമായി സ്ഥാപിക്കുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെടുകയും അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ പദ്ധതികളെ തിരിച്ചറിയുവാൻ തക്കവണ്ണമുള്ള ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ആ ദൈവം തന്റെ പദ്ധതികൾ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അപ്പോൾ നമ്മെ നന്നായി അറിയുകയും ദൈവം അവനെ തന്നെ അല്ലെങ്കിൽ അവന്റെ പദ്ധതികളെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു സ്നേഹബന്ധമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. വീണ്ടും നമ്മൾ വചനം പരിശോധിക്കുമ്പോൾ ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഇയ്യോബിന്റെ പുസ്തകം 29-ാം അധ്യായം അതിന്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇയ്യോബിന്റെ ഒരു വിലാപം അല്ലെങ്കിൽ അവന്റെ ഒരു ആവലാതി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: അയ്യോ, പണ്ടത്തെ മാസങ്ങളിലെ പോലെ, ദൈവം എന്നെ കാത്തുപോകുന്ന നാളുകളിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. അന്ന് അവന്റെ ദീപം എന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു. അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരിക്കും. സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും എന്റെ മക്കൾ എന്റെ ചുറ്റും ഇരിക്കുകയും ചെയ്ത് എന്റെ ശുഭകാലത്തിൽ എന്ന പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പോൾ ഇയ്യോബിന്റെ ജീവിതത്തിൽ ഒരു അനർത്ഥം കടന്നു വന്നു. അത് ദൈവം തന്നെ അനുവദിച്ചതാണ്. എന്നാൽ അവന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ അവൻ തന്റെ ആ ദൈവത്തിന്റെ സ്നേഹം തനിക്ക് നഷ്ടപ്പെട്ടു പോയോ എന്ന് അവൻ എന്ത് ചെയ്യുകയാണ്? സംശയിക്കുകയാണ്. ആ നഷ്ടപ്പെട്ടു പോയ ആ ദൈവത്തിന്റെ സ്നേഹം തനിക്ക് തിരികെ ലഭിച്ചിരുന്നു എങ്കിൽ വളരെ നന്നായിരുന്നുവെന്ന് ഇയ്യോബ് ആഗ്രഹിക്കുകയാണ്. എന്നാൽ വാസ്തവത്തിൽ ദൈവത്തിന്റെ സ്നേഹം അവന് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ദൈവം അവനൊരു പരീക്ഷയിൽ കൂടി കടത്തിവിടുകയാണ്. ദൈവത്തിന്റെ കൃപ എപ്പോഴും അവനോട് കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ തന്റെ ജീവിതത്തിൽ അനർത്ഥം കടന്നു വരുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ ദൈവം തന്നോടുകൂടെ ഇരുന്നത് കൊണ്ട് തന്റെ ജീവിതത്തിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു എന്ന് ഇവിടെ ഇയ്യോബ് പറയുകയാണ്. അപ്പോൾ ഇയ്യോബിന് മനസ്സിലായി ദൈവം തന്നോട് കൂടെ ഉള്ളപ്പോൾ തന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത്. എന്നാൽ യഥാർത്ഥമായി ദൈവത്തിന്റെ സാന്നിധ്യം അവന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടില്ല. ദൈവം അറിയാതെയല്ല അവന്റെ ജീവിതത്തിലേക്ക് കഷ്ടത വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം അവനോട് കൂടെ ഉള്ളത് കൊണ്ട് അവനിപ്പോൾ ഈ ആവലാതി പറയുന്ന ഇവന്റെ അവസ്ഥയിൽ നിന്ന് ദൈവം അവന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരികയാണ്. പിന്നീട് ആ ദൈവത്തെ ശരിയായ നിലയിൽ അറിയേണ്ട നിലയിൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം തന്നെ തന്നെ അവന് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ മുമ്പുണ്ടായിരുന്നതിലും അധികമായി ഇയ്യോബിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയാണ്. അപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം എന്നുള്ളത് അത് നമുക്ക് ഒരിക്കലും മുറിച്ചു മാറ്റുവാൻ സാധിക്കുന്ന ഒന്നല്ല. ദൈവം ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്തിരിക്കുന്നുവെങ്കിൽ നിത്യതയോളം ആ വ്യക്തിയുമായി അവന്റെ ബന്ധം മുൻപോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും: സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടിയിരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. നോക്കുക, ദൈവം സ്ഥിരമായി ഒരു കൂടാരം തന്റെ മക്കളോടൊപ്പം അടിക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ചാണ് പ്രവചനാത്മാവിൽ യോഹന്നാൻ ഇവിടെ എഴുതുന്നത്. ദൈവം നിത്യമായി തന്റെ മക്കളോടൊപ്പം വസിക്കും എന്നുള്ളൊരു വാഗ്ദത്തം നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അന്ന് മനുഷ്യന്റെ ജീവിതത്തിലുള്ള കഷ്ടതയും കണ്ണുനീരും വേദനയും പ്രയാസവും എല്ലാം മാറും. പിന്നെ മരണവും ദുഃഖവും മുറവിളിയും അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരത്തില്ല. ഒരിക്കലും ആ ദൈവത്തിൽ നിന്ന് അവന്റെ മനുഷ്യനെ ആർക്കും തിരിക്കുവാനായിട്ട് സാധിക്കത്തില്ല. കാരണം ദൈവം തന്റെ മക്കളുമായി സ്ഥാപിച്ചിരിക്കുന്ന ബന്ധം എന്നുള്ളത് നിത്യമാണ്. ദൈവം നമ്മളെ നിത്യമായി സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ സ്നേഹിതന്മാരെന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. യോഹന്നാൻ 15-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കാം: യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായിക കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എന്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കും. ദൈവം ഒരിക്കലും ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത് തന്റെ ദാസനായിട്ടോ തന്റെ അടിമയായിട്ടോ ഒന്നുമല്ല.
യേശു താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരെ തന്റെ സ്നേഹിതന്മാർ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു സൗഹൃദം എന്ന് പറയുമ്പോൾ നാം മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ആ സൗഹൃദത്തിലുള്ള ആ രണ്ട് വ്യക്തികളും തമ്മിൽ പരസ്പരം അറിയേണ്ടുന്നത് ആവശ്യമാണ്. അപ്പോൾ ദൈവത്തിന് നമ്മെ നന്നായിട്ട് അറിയാം. എന്നാൽ ദൈവവുമായി ഒരു സഹിത്വത്തിലേക്ക്, ഒരു സൗഹൃദത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ആ ദൈവത്തെയും നാം നന്നായി അറിയേണ്ടുന്നത് ആവശ്യമാണ്. അപ്പോൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം നിത്യതയോളം നിലനിൽക്കുന്ന ഒരു ബന്ധമാകൊണ്ട് നാം ഇപ്പോൾ തന്നെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയേണ്ടുന്നത് ആവശ്യമാണ്. ഇനി ദൈവം കർത്താവ് മടങ്ങി വന്നതിന് ശേഷം ഞാൻ അവനെ അറിയാമെന്ന് ചിന്തിച്ചുകൊണ്ട് നാം ഇരിക്കരുത്. നാം ഈ ഭൂമിയിൽ വെച്ച് തന്നെയാണ് ദൈവവുമായിട്ടുള്ള സഹിത്വം, ആ സൗഹൃദം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം ഇപ്പോൾ തന്നെ ആ ദൈവത്തെ കൂടുതലായി അറിയാൻ ശ്രമിക്കേണ്ടുന്നത് ആവശ്യമാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുകയാണ്, തനിക്കുള്ളതെല്ലാം താൻ ചപ്പ് ചവറ് എന്ന് എണ്ണുകയാണ്. എന്തിനു വേണ്ടിയാണ്? ആ കർത്താവിനെ അറിയേണ്ടതുപോലെ അറിയുവാൻ തക്കവണ്ണം. ആ കർത്താവിനെ കുറിച്ചുള്ള തന്റെ അറിവ് പൂർണ്ണമല്ല എന്ന് പൗലോസ് തിരിച്ചറിയുകയാണ്. ആ കർത്താവിനെ കൂടുതൽ അറിയുവാൻ തക്കവണ്ണം തന്റെ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടതെല്ലാം പൗലോസ് ഉപേക്ഷിക്കുന്നതായിട്ട് ഇവിടെ പ്രസ്താവിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മകളെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്നും വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചപ്പ് ചവറ് എന്ന് എണ്ണുന്നു. അപ്പോൾ ആ ദൈവത്തിൽ നിന്ന് ചിലതൊക്കെയും അനുഭവിച്ചറിയേണ്ടതിന്, ചിലതൊക്കെയും അവൻ തിരിച്ചറിയേണ്ടതിന് പൗലോസ് തനിക്കുള്ളതെല്ലാം, തന്റെ വസ്തുവകകളും തനിക്കുള്ള അറിവും കഴിവുമെല്ലാം ഈ ഭൂമിയിൽ താൻ നേടിയെന്ന് ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും ചപ്പ് ചവറ് എന്ന് എണ്ണുകയാണ്. 3-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു മുമ്പിലുള്ളതിനാമ്യം കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. പൗലോസ് പറയുകയാണ്, ഞാൻ എല്ലാം തികഞ്ഞവനായി എന്ന് അവകാശപ്പെടുന്നില്ല. പൗലോസ് ദൈവത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ഒരിക്കലും പൗലോസ് പറയുന്നില്ല, ഞാൻ തികഞ്ഞവനായി തീർന്നു, ഞാൻ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞു, ഞാൻ ക്രിസ്തുവിനെ കുറിച്ച് ഉള്ള പരിജ്ഞാനത്തിൽ ഞാൻ ശ്രേഷ്ഠനായി തീർന്നു എന്നൊന്നും പൗലോസ് അവകാശപ്പെടുന്നില്ല. ആ ക്രിസ്തുവിനെ കൂടുതൽ അറിയുവാൻ, ആ ദൈവവുമായിട്ടുള്ള തന്റെ ബന്ധം കൂടുതൽ സുദൃഢമാകുവാൻ തക്കവണ്ണം പിമ്പിലുള്ളത് മറന്നുകൊണ്ട് മുമ്പിലുള്ളതിലേക്ക് ആഞ്ഞുകൊണ്ട് പൗലോസ് ഓടുകയാണ് എന്ന് ഇവിടെ പറയുകയാണ്. അപ്പോൾ ആ ദൈവത്തിന് വേണ്ടിയുള്ള പൗലോസിന്റെ അതിയായ ആഗ്രഹം, ക്രിസ്തുവിനോടുള്ള പൗലോസിന്റെ അതിയായ സ്നേഹമാണ് ഇവിടെ വെളിപ്പെടുന്നത്. ഇവിടെ പൗലോസ് പറയുകയാണ്, അവൻ മുമ്പിലേക്ക് ഓടുകയാണ്. എന്തിനു വേണ്ടിയാ? ആ കർത്താവായ യേശുവിനെ കൂടുതൽ അറിയുവാനും അനുഭവിച്ചറിയുവാനും തക്കവണ്ണം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചപ്പോഴും പൗലോസ് എഫെസോസിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഈ ഒരു അർത്ഥത്തിലാണ്. എഫെസോസിലുള്ള വിശ്വാസികളെ ദൈവം തിരഞ്ഞെടുത്തു, തന്നെ മക്കളാക്കി തീർത്തു. ക്രിസ്തുവുമായി അവർ ഒരു സൗഹൃദ ബന്ധത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ ആ സൗഹൃദ ബന്ധത്തിൽ അവർ തുടർന്നു പോകേണ്ടതിനും ആ കർത്താവിനെ കൂടുതൽ അറിയേണ്ടതിനും ആ ദൈവത്തിന്റെ പദ്ധതികളെ അവർ കൂടുതലായി തിരിച്ചറിയേണ്ടതിനും പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ പൗലോസിന്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ദൈവം അവരെ സഹായിക്കണമെന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. ദൈവം എന്തിനാണ് അവരെ സഹായിക്കേണ്ടത്? ദൈവത്തെ അറിയുവാൻ ദൈവം തന്നെ അവരെ സഹായിക്കണം. ഇവിടെ ആ അറിവ് അല്ലെങ്കിൽ നോളജ് എന്ന വാക്ക് യവന ഭാഷയിൽ ഗിനോസ്കോ എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് കടന്നു വരുന്നത്. ഈ യവന ഭാഷയിലുള്ള ഗിനോസ്കോ എന്ന് പറയുന്ന വാക്ക് അത് കേവലം ഭൗതികമായ അറിവ് എന്നുള്ളതിനും അപ്പുറമായിട്ട് ആഴത്തിലുള്ള ഒരു അറിവിനെ കുറിച്ചാണ് ആ വാക്ക്
നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ കേവലം ഭൗതികമായ ഒരു അറിവല്ല, നാം ദൈവത്തെ ആഴത്തിൽ അറിയുകയും ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുകയും ചെയ്യണമെന്നുള്ള ഒരു സന്ദേശമാണ് ഈ പ്രാർത്ഥനയിൽ പൗലോസ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, നാം ദൈവത്തെ കൂടുതലായിട്ട് അറിയണം. ആ അറിവ് നമുക്ക് സ്വയമായി നേടിയെടുക്കാൻ സാധിക്കത്തില്ല. ആ അറിവ് ദൈവം നമുക്ക് ദാനമായി നൽകുന്നതാണ്. ദൈവം തന്നെ വെളിപ്പെടുത്താതെ നമുക്ക് അവനെ അറിയുവാൻ സാധിക്കത്തില്ല. അപ്പോൾ ദൈവത്തെ നാം കൂടുതൽ ആഴമായി അറിയാതെ ആ ദൈവത്തെ മനസ്സിലാക്കുവാനോ അവനെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനോ സാധിക്കത്തില്ല. അപ്പോൾ ദൈവവുമായി എഫെസോസിലുള്ള വിശ്വാസികൾ ഒരു സുദൃഢമായ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരണം. അങ്ങനെ ആഴത്തിലുള്ള സുദൃഢമായ ഒരു ബന്ധം ഉണ്ടാകണമെങ്കിൽ അവർ ദൈവത്തെ ആഴത്തിൽ അറിയുകയും ആഴത്തിൽ അനുഭവിച്ചറിയുകയും ചെയ്യേണ്ടുന്നത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പൗലോസിന്റെ തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്നുള്ളത് ആ കർത്താവിനെ കൂടുതലായി അറിയുക എന്നുള്ളതാണ്. തന്റെ പിൻപിലുള്ളതെല്ലാം മറന്നുകൊണ്ട് അവൻ മുമ്പിലേക്ക് ഓടുകയാണ്. എന്തിനാ? ആ കർത്താവിനെ കൂടുതലായി അറിയുവാൻ തക്കവണ്ണം. അപ്പോൾ ദൈവത്തെ ആഴത്തിൽ അറിയുവാനുള്ള ഒരു ആഗ്രഹം ദൈവ മക്കൾക്ക് ഉണ്ടായിരിക്കേണ്ടുന്നത് ആവശ്യമാണ്. ഒരിക്കലും നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ കഴിവുകൾ കൊണ്ടോ നമ്മുടെ സ്കിൽസ് കൊണ്ടോ ഒന്നും ദൈവത്തെ നമുക്ക് അറിയുവാൻ സാധിക്കത്തില്ല. ഒരു മനുഷ്യന് തന്റെ ബുദ്ധി കൊണ്ട് ദൈവത്തെ അറിയുവാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഈ ലോകത്തിലെ ബുദ്ധിമാന്മാരെല്ലാം കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചേനെ. നാം ഒക്കെയും കർത്താവിനെ അറിയുന്നതിന് മുമ്പ് തന്നെ ഈ ലോകത്തിലെ ബുദ്ധിമാന്മാർ കർത്താവിനെ അറിഞ്ഞേനെ. എന്നാൽ അവർക്കത് സാധിക്കാതെ പോയത് ഒരു വ്യക്തിക്ക് ദൈവത്തെ അറിയണമെങ്കിൽ ദൈവം തന്നെ അവനെ വെളിപ്പെടുത്തി കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഒരു മനുഷ്യനും സ്വന്തം കഴിവിനാലോ ബുദ്ധിയാലോ ദൈവത്തെ അറിയുവാൻ സാധിക്കത്തില്ല. അതിന് അവന് ദൈവത്തിന്റെ സഹായം അത്യന്താപേക്ഷിതമാണ്. ദൈവം നമ്മളെ സഹായിക്കാത്തിടത്തോളം കാലം ആ ദൈവത്തെ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കാത്തത് കൊണ്ടാണ് പൗലോസ് എഫെസോസിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അവർ ദൈവത്തെ കൂടുതലായി അറിയുവാൻ തക്കവണ്ണം, ആ ദൈവവുമായി ഒരാഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കുവാൻ തക്കവണ്ണം ദൈവം അവരെ സഹായിക്കേണ്ടതിന് പൗലോസ് അവർക്കായി പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് ഉള്ള ക്ലാസ്സുകളിൽ ദൈവം എപ്രകാരമാണ് തന്റെ മക്കൾക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് എന്നുള്ളത് എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുന്നതാണ്. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുന്നു.